നൊബേൽ പ്രൈസ് ഒരു ഉഡായിപ്പ് പ്രൈസാണ്. കാരണം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു നൊബേൽ പ്രൈസ് കിട്ടുന്നത്, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നൊബേൽ പ്രൈസ് കിട്ടുന്നത്, അതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊളിറ്റിക്കൽ എഫിലിയേഷൻ വേണമെന്ന് നിർബന്ധമാണ്. ഒരു പൊളിറ്റിക്കൽ എഫിലിയേഷൻ ആവശ്യമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നൊബേൽ പ്രൈസ് കിട്ടാൻ ഒരു നോമിനേറ്റർ അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ നോമിനേറ്റ് ചെയ്യണം, എന്നാൽ മാത്രം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിന് നിങ്ങൾക്ക് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധം വേണം. അതിപ്പോ BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, റിപ്പബ്ലിക്കൻ പാർട്ടി ആയാലും ശരി, ഡെമോക്രാറ്റിക് പാർട്ടി ആയാലും ശരി, ഏത് പാർട്ടി ആയാലും ശരി, ആ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പാർട്ടിയായിട്ട് നിങ്ങൾക്ക് ബന്ധം വേണം. അത്രേ ഉള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പൂൾ ഓഫ് ആൾക്കാർ, ഇൻഡിവിജ്വൽസ് നോമിനേഷന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ അയക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരു പൊളിറ്റിക്കൽ എഫിലിയേഷൻ അത്യാവശ്യമാണ്. പിന്നെ നിങ്ങളൊരു ലിറ്റററി വർക്കിന് നൊബേൽ പ്രൈസ് നേടുന്ന ഒരാളെന്ന് വെക്കി അസ്യൂം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ കണക്ഷൻ മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ ലിറ്റററി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നിങ്ങളൊരു പേരുണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എഴുത്തു കൂടെ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എങ്ങനെയാണ് ആ പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടാക്കാന്ന്, എങ്ങനെയാണ് ഈ വലിയ വലിയ പാർട്ടികളായിട്ട് ബന്ധം വെക്കാന്ന്. അത് എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി നിങ്ങൾ സേവിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി നിങ്ങൾ എഴുതണം, ഒരു മാസ് അപ്പീൽ ഉണ്ടാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ അവരുടെ പാർട്ടി നല്ല പാർട്ടിയാണെന്ന് പൊതുജനത്തിന്റെ മനസ്സിലെത്തിക്കണം. അപ്പോൾ പൊതുജനം ഈ പാർട്ടിനെ അംഗീകരിക്കാൻ തുടങ്ങും. അതിനോടൊപ്പം പാർട്ടിക്ക് നിങ്ങളുള്ള ട്രസ്റ്റ് കൂടും. ഇത് കൂടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക? കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വലിയൊരു സ്ഥാനാർത്ഥിയായി മാറും. പാർട്ടിയിലുള്ള നിങ്ങൾക്കൊരു സ്ഥാനം അവർ തരും. അത് തന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഇമ്പോർട്ടൻസ് കാരണം നിങ്ങൾക്ക് പാർട്ടിയിൽ ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം വെച്ചാൽ നിങ്ങളാണല്ലോ ഇത്രയധികം ആൾക്കാരെ എഴുതിയിട്ട് അവരിൽ എത്തിച്ചത്. മീൻസ് ഈ പൊളിറ്റിക്കൽ പാർട്ടി ഇത്ര നല്ല പാർട്ടിയാണ് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും പാർട്ടിയുടെ ഉള്ളിൽ. അപ്പൊ നിങ്ങളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി പാർട്ടിയുടെ ഉള്ളിൽ. ഈ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ നൊബേൽ പ്രൈസിന്റെ നോമിനേഷൻ പട്ടികയിലേക്ക് എത്താം. എന്ന് വെച്ചാൽ നിങ്ങളൊരു നോമിനിയായി മാറാം. മനസ്സിലായ? പക്ഷെ ഇത് മാത്രം പോരാ. കാരണം നിങ്ങളൊരു കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗമായിരിക്കും. അപ്പൊ ഈ സംസ്ഥാന സാഹിത്യ അക്കാദമിയോ അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇടയിൽ നിങ്ങളൊരു ആളായിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയുടെ ഇടയിൽ, ലിറ്റററി കമ്മിറ്റിയുടെ ഇടയിൽ നിങ്ങളൊരു വലിയ ആളായിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എഴുത്തുകൊണ്ട് നിങ്ങൾ അവരുടെ മനസ്സ് കീഴടക്കണം. മീൻസ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒരു ഇതുണ്ടാക്കണം, ഒരു വികാരം. നിങ്ങളൊരു വലിയ സംഭവമാണ്, ഒരു യൂണിക്നെസ് ഉണ്ടാക്കണം അവരുടെ മനസ്സിൽ നിങ്ങളുടെ വർക്കിനെ കുറിച്ച്. അപ്പൊ അവര് ആ ചിന്തിക്കും, നിങ്ങളുടെ വർക്ക് ഇത്ര യൂണിക്കാന്നില്ലേ, നിങ്ങളെന്തൊരു പ്രത്യേകത വർക്ക്. അവരുടെ ഉള്ളിൽ സീരിയസ്നെസ് ജനിക്കുമ്പോൾ അവർ എന്ത് കാരണം ഉണ്ടാക്കി നിങ്ങളുടെ വർക്ക് അടിപൊളിയാന്ന് അവർ പറയും. മീൻസ് എന്ത് കാരണം ഉണ്ടാകും, അയ്യോ ഈ വർക്ക് അടിപൊളിയാണല്ലോ. നിങ്ങൾ ഇതിന് മുമ്പ് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കിട്ടിയാൽ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോയാങ് എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ഓതർ, മീൻസ് അയാൾക്ക് ലിറ്ററേച്ചറിൽ നൊബേൽ പ്രൈസ് കൊടുത്തിരുന്നു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്തോ ഹൊലൂസിനറി റിയലിസം കൊണ്ടുവന്നു ലിറ്ററേച്ചറിൽ. എന്നിട്ട് പരിപാടി അത് ബേസിക്കലി ചുമ്മാ ആൾക്കാരെ ഒരു സീരിയസ് ആക്കി എടുക്കുക. മീൻസ് ഹൊലൂസിനറി റിയലിസം എന്നൊക്കെ പറഞ്ഞ വാക്കും കൊണ്ടെന്ന് അവരത് പറയണം. അതിനെന്തോ പ്രത്യേകത ഉണ്ട് ആളെ എഴുത്തിന് എന്ന് പറയുന്നു. മീൻസ് ബേസിക്കലി ഒരു കഞ്ചാവ് അടിച്ചിട്ട് LSD അടിച്ച് ആളും ഇങ്ങനെയൊക്കെ എഴുതിണ്ടാവുള്ളൂ. പക്ഷെ അയാളുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ അയാളുടെ കമ്മിറ്റിയുടെ ഇടയിൽ യൂണിക്നെസ് ഫീലിംഗ് ഉണ്ടാക്കി. ആ കമ്മിറ്റിയിലത്തെ ആൾക്കാർ ഹൈലി ഇൻഫ്ലുവൻഷ്യലാണ്, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യലുമാണ്. അതുകൊണ്ട് അവർക്ക് ഇയാളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റി. കാരണം അവരുടെ ഉള്ളിൽ ഒരു സീരിയസ്നെസ് ജനിപ്പിച്ചു അയാളുടെ വർക്കിൽ. അത് അയാൾ ചെയ്ത ഒരു കാര്യമാണ്. മനസ്സിലായ? അങ്ങനത്തെ ഒരു സാഹചര്യം ആൾക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാം ബേസിക്കലി. പക്ഷെ ഇതുപോലെ തന്നെ പല ആൾക്കാരും കഞ്ചാവ് അടിച്ചിട്ട് EMG അടിച്ചിട്ടൊക്കെ പല സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഒക്കെ ഹലൂസിനേറ്ററി റിയലിസം ആയിരിക്കും. അയ്യോ ഇതെന്തോ ഒരു പ്രത്യേക റിയലിസം ആണല്ലോ ആൾക്കാർ വായിക്കുമ്പോൾ. അവരുടെ പുസ്തകങ്ങളൊക്കെ ആൾക്കാർ വായിക്കുമ്പോൾ തോന്നാം, അയ്യോ ഇത് കഞ്ചാവ് അടിച്ച പോലെ എഴുതിയിട്ടുണ്ടല്ലോ, ഹലൂസിനേറ്ററി ആണല്ലോ റിയലിസം. യാഥാർത്ഥ്യങ്ങളൊക്കെ ഒരു കഞ്ചാവിന്റെ ഫീലിംഗ് ബേസിക്കലി, ഒരു വളച്ചൊടിച്ചിട്ടൊരു യാഥാർത്ഥ്യം നോക്കില്ലേ. മീൻസ് ഇത് മായക്കാഴ്ചയാണോ ഇയാൾ എഴുതിയിരിക്കുന്നത് ബേസിക്കലി. അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും ബേസിക്കലി. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സീരിയസ്നെസ് ജനിപ്പിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു എക്സാമ്പിൾ മോയാങ്ങിന്റെ. ഇനി വേറൊരു എക്സാമ്പിളാണ് ഈ ഡോറിസ് ലെസ്സിന്റെ. ഡോറിസ് ലെസ്സിൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് പേട്രിയാർക്കി ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, സ്ത്രീകള് അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവള് ഒരു പുസ്തകം ഇറക്കി. മീൻസ് ഒരു ലിറ്റററി വർക്ക് ഇറക്കി. ഈ വർക്കിൽ അവിടുത്തെ ലിറ്റററി കമ്മിറ്റി കണ്ടത് അവളെന്തോ ഒരു പുതുമ കൊണ്ടുവന്നാണ്. ബേസിക്കലി എന്തൊരു ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അവൾ കൊണ്ടുവന്നത്. അവരുടെ ഉള്ളിൽ എന്തോ കിടക്കുന്നുണ്ട് അവളെ വർക്കിൽ എന്ന് അവർ വിശ്വസിച്ചു പോയി.
ഇതാണ് അവിടെ നടന്നത്. അവരെല്ലാവരും കൂടി ഇത് വായിച്ചിട്ട് ഇതെന്തോ ഒരു സീരിയസ് കാര്യമുണ്ട്. ബേസിക്കലി എന്തിട്ടാണ് ആ കാലഘട്ടത്തിൽ ഒരു ഭയങ്കര പേട്രിയാർക്കലായിട്ടുള്ള ഒരു സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ച കാര്യങ്ങളാണ് അവരുടെ എഴുതി. ഇത് വേറെ കുറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട് ബേസിക്കലി. പക്ഷെ അങ്ങനെയല്ല കാര്യം. അവരുടെ സബ്ജക്റ്റിവിറ്റിയിൽ ആ ലിറ്റററി കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര പൊളിറ്റിക്കലായിട്ട് ഇൻഫ്ലുവൻഷ്യൽ ആയ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ജനിപ്പിക്കണം സീരിയസ്നെസ്സിന്റെ. ഹ്യൂമറസ് ആവരുത്. ഹ്യൂമറസ് ആൾക്കാർക്ക് അധികം നൊബേൽ പ്രൈസ് കൊടുക്കണില്ല ആണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. സീരിയസ് ആക്കണം. സീരിയസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കോൺഫാബിലിറ്റി ചെയ്യാൻ തുടങ്ങും. എന്ത് കാരണവശാലും നിങ്ങളുടെ വർക്ക് അടിപൊളിയാണെന്ന് പറയും, എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയും. അവരുടെ ഉള്ളൊരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു മിസ്കൺസെപ്ഷൻ, ബയാസ് ജനിപ്പിക്കണം അവരോട്. എന്നാൽ മാത്രം നിങ്ങൾക്ക് നൊബേൽ പ്രൈസ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അപ്പം ഡോറിസ് ലെസ്സിനെ അവർ നോമിനേറ്റ് ചെയ്യും. മനസ്സിലായോ? ഒരു നല്ല സ്ഥാനാർത്ഥിയാക്കി മാറ്റും. അതുപോലെ നമ്മൾക്കറിയാം ഇപ്പോഴത്തെ ബോബ് ഡിലൻ, മീൻസ് പാട്ടുകാരൻ, ബ്ലൂസ് പാട്ടുകാരൻ ബോബ് ഡിലൻ നൊബേൽ പ്രൈസ് കിട്ടിയിരുന്നു. എന്തിനാണ് കിട്ടിയിരുന്നത്? ചുമ്മാ അവിടുത്തെ ആ കമ്മിറ്റിയിലുള്ള ആൾക്കാർ അയാളുടെ വർക്കിൽ അയാളെന്തൊരു പുതുമ കൊണ്ടുവന്നു. പോയട്രിയിൽ ഒരു വാക്കാണ് ആൾ കൊണ്ടുവന്നത്. എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് ആണ് ആൾ കൊണ്ടുവന്നത്. അത് ഇതുവരെ ചിന്തിക്കാൻ പറ്റാത്തൊരു സെന്റൻസ് എന്നാണ് പറയുന്നത്. മീൻസ് അത്രയും പുതുമയുള്ളൊരു സെന്റൻസ്. ഇതൊരു വലിയ ഇന്നോവേഷൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. ബേസിക്കലി ഇത് പുതുമയാണ്, ഏറ്റവും വലിയ കാര്യമാണെന്നൊക്കെ എല്ലാവരും പറയുന്നത്. വാക്ക് ഇത്രേ ഉള്ളൂ, വിഗിൾ 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 ലൈക്ക് എ സൂപ്പ് എന്നാണ് ആൾ കൊണ്ടുവന്ന വാക്ക്. ഇത് ലിറ്ററേച്ചറിനെ തന്നെ മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ബേസിക്കലി ലിറ്റററി വർക്ക്സിനൊക്കെ ചിന്തിക്കാത്ത രീതിയിൽ മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ചുമ്മാ വെറുതെ തള്ള. പിന്നെ പല ആൾക്കാരും പലതും എഴുതിയിട്ടുണ്ടോ. വിഗിൾ വിഗിൾ എന്ന് എഴുതാണ്ട് ബഗിൾ ബഗിൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം. പക്ഷെ അത് പോരാ. ഈ ലിറ്റററി കമ്മിറ്റിയുടെ ഇടയിൽ അപ്പോഴും ഒരു വിശ്വാസം ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾ വലിയ മഹാസംഭവമാണ്. അങ്ങനെയാണ് കാര്യം. അത്രേ ഉള്ളൂ, സിമ്പിൾ. അത് ചുമ്മാ ബോബ് ഡിലിന്റെ വിഷമമൊന്നുമില്ല. പക്ഷെ ബോബ് ഡിലിൻ നല്ല പാട്ടുകളൊക്കെ പാടിയിട്ട് നല്ല രസകരമായ പാട്ടുകളുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് മാത്രമേ ഉള്ളൂ. പക്ഷെ പൊതുജനത്തിന് ഇഷ്ടമാണെന്ന് നിർബന്ധമില്ല. ആളുടെ പാട്ടുകൾ എല്ലാവർക്കും ഓരോ തോന്നലുകളാണ്, ഓരോ പെർസ്പെക്റ്റീവ്സ് ആണ്. എല്ലാം സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു നോഷനാണ് ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ. ലിറ്റററി വർക്ക്സും അത് ആർക്ക് അവാർഡ് കൊടുക്കണം, ആർക്ക് അവാർഡ് കൊടുക്കണ്ടേന്ന് ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ആണ് ഇരിക്കുക. ബേസിക് നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല ആൾക്ക് അവാർഡ് കൊടുത്തിപ്പോ എന്തേലും ആവട്ടെ, ആ ചക്കനെ അവാർഡ് കിട്ടിക്കോട്ടെ എന്നായിരിക്കും. ചിലർ പറഞ്ഞാൽ എന്തിനാ ആ ചക്കനെ അവാർഡ് കൊടുക്കുന്നത്, എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്, ഇതിനെ നല്ല സാഹിത്യം നമ്മൾക്കറിയാലോ എന്ന് അങ്ങനെ പറയുന്നവർ. അത് കാരണം നമ്മൾ കൂടുതൽ നെഞ്ചത്തേക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഇനി അടുത്തത്, ഇപ്പൊ നിങ്ങൾ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലാണ് എടുത്തു വയ്ക്കുക നോക്കി, സയൻസിലാണ് നൊബേൽ പ്രൈസ് കിട്ടുന്നത് നോക്കി. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സയന്റിസ്റ്റ് നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ടാണ് ആ നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ഫസ്റ്റ് ആലോചിക്കുന്നത് വെച്ചാൽ അയാളുടെ കോൺട്രിബ്യൂഷൻ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ്. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. അയാൾക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര പൊളിറ്റിക്കലി ആക്റ്റീവ് ആയതെന്നാണ് സത്യം. ഭയങ്കര പൊളിറ്റിക്കലി ആക്റ്റീവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രൊഫസേഴ്സിൻ്റെയും മീൻസ് അയാളുടെ ആ ജോൺറ അല്ലെങ്കിൽ ആ ഫീൽഡിലത്തെ എക്സ്പേർട്ടുകളുടെ ഇടയിൽ ഒരു വലിയ ആളായിരിക്കും ബേസിക്കലി. അത് ചിലപ്പോൾ തള്ളിന്നൊക്കെ വരും, പല കാര്യങ്ങളും പറഞ്ഞ് ആൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് റിസർച്ച് എന്നൊക്കെ പറയും. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഒരു സബ്ജക്റ്റീവാണ് ബേസിക്കലി. പല ആൾക്കാർക്കും പലതും ഫീൽ ചെയ്യുക ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ. പൊതുജനത്തിന് എന്താ ഫീൽ ചെയ്യുന്നത് നമുക്ക് അറിയില്ല ബേസിക്കലി. അപ്പോൾ അതൊക്കെ അത് വളരെ സബ്ജക്റ്റീവാണ്. അപ്പോൾ ഇവർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പൊതുജനത്തിൻ്റെ ഇടയിൽ അവർ സംസാരിക്കും. മീൻസ് അവർ സംസാരിക്കുന്നത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ്, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോമിനേഷൻ കിട്ടാനുള്ള സാധ്യത കൂടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോമിനിയാക്കി മാറ്റാം അവർക്ക്. കാരണം അവരേക്ക് നോമിനേറ്ററായിട്ട് നിൽക്കുക. മനസ്സിലായോ? അവർ നോമിനേറ്ററായിട്ട് നിൽക്കും. അപ്പം നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് നോമിനേഷന്. മനസ്സിലായോ? പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ഒരു ഘടകം കൂടി ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ഇടയിലുള്ള ഇൻഫ്ലുവൻസ് കിട്ടണമെങ്കിൽ അത് നിങ്ങളുടെ റിസർച്ചാണ് ബേസിക്കലി. നിങ്ങൾ എന്ത് റിസർച്ച് ചെയ്തു, ഇവിടെയാണ് പെശക് വരുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസർച്ച് ചെയ്ത് അടിപൊളി റിസർച്ച് ആവുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ പ്രൊഫസറിൻ്റെ ഇടയിൽ പേര് കിട്ടാൻ വേണ്ടി ബേസിക്കലി അവർക്ക് കാണിച്ചു കൊടുക്കാൻ റിസർച്ച്. രണ്ട് രീതിയിലാണ് ഒരു റിസർച്ചായി മാറുന്നത്. മീൻസ് ആ ഒരു റിസർച്ച് അപ്രൂവ്ഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർച്ച് അംഗീകരിക്കപ്പെടുന്നു അവരുടെ കൊളീഗ്സിൻ്റെ ഇടയിലൊക്കെ. ആ റിസർച്ച് അംഗീകരിക്കപ്പെടുന്ന പ്രോസസ്സിനെ പറയുന്നത് പിയർ റിവ്യൂ ആണ്. ഏറ്റവും അടിപൊളി പ്രോസസ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എനിക്ക് പിയർ റിവ്യൂ. മനസ്സിലാക്കണം. ഈ പിയർ റിവ്യൂഡ് റിസർച്ച് പേപ്പർ അംഗീകരിക്കപ്പെടണമെങ്കിൽ അവർ വലിയ ജേർണലിൽ പബ്ലിഷ് ചെയ്യപ്പെടണം ബേസിക്കലി. ഈ പബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കാശ് വേണം. മനസ്സിലായ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഹൈ എൻഡ് ജേർണൽസും പ്രോഫിറ്റിന് വേണ്ടി ഓടുന്നതാണ്. അതുകൊണ്ട് ഇവർക്കൊക്കെ കാശ് കൊടുക്കണം പിയർ റിവ്യൂ പ്രോസസ് നടത്തണമെങ്കിൽ. അതുകൊണ്ട് ഒട്ടുമിക്ക ഹൈ എൻഡ് ജേർണൽസ്, കുറെ ജേർണൽസ് കാശ് വാങ്ങി വെച്ചിട്ട് പിയർ റിവ്യൂ നടത്താണ്ട് പബ്ലിഷ് ചെയ്യും. എന്നിട്ട് അവർ ഉഡായിപ്പ് സൈറ്റേഷൻ, ഉഡായിപ്പ് മെട്രിക്സുകളൊക്കെ അവരതിലേക്ക് കയറ്റും. എന്നിട്ട് അത് ഹൈറ്റൻ ചെയ്യും. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കയറ്റും. എന്നിട്ട് അടിപൊളി പേപ്പറാണ് വരുത്തി തീർക്കും. പക്ഷെ അവർ നല്ല ഹെഫ്റ്റി കാശ് ആ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന ആളുടെ അടുത്ത് വന്നു. ഇതിനെ പറയാനതാണ് പ്രഡേറ്ററി ജേർണലിസം. ഈ പ്രഡേറ്ററി ജേർണലിസ്റ്റിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓതർ കാശ് ജേർണലിന് കൊടുക്കുമ്പോൾ
ബേസിക്കലി ജേർണൽ കൊടുക്കുമ്പോൾ അവർ 3 കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത് ഓതർ. ഒന്ന്, ഒരു റിവ്യൂവർ ഉണ്ടാവണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ നോക്കാൻ ഒരു റിവ്യൂവർ എക്സ്പേർട്ട് ഉണ്ടാവണം. അത് ചെക്ക് ചെയ്യാൻ, അത് കറക്ഷൻ വേണോ അല്ലെങ്കിൽ അത് അപ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ അത് റിജക്ട് ചെയ്യണോ. പിന്നെ ഒരു എഡിറ്റർ ആവശ്യമുണ്ട്. എഡിറ്ററിന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്രൂവ് ചെയ്യപ്പെട്ട മീൻസ് ആ പേപ്പർ ഒരു തെറ്റില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ ഓക്കെ എന്ന് പറയും. ബേസിക്കലി ഇത് കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ്. മനസ്സിലായത്? ഈ പിയർ റിവ്യൂ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നുണ്ട് എല്ലാ കാര്യവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാന എക്സ്പേർട്ടുകൾ ഒരുമിച്ചിരുന്നിട്ട് അവര് എല്ലാവരും കൂടി ഒരു കൺസെൻസസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അത് റിവ്യൂഡ് ആവുള്ളൂ. ബേസിക്കലി അത് അപ്രൂവൽ ആവുള്ളൂ. മനസ്സിലായ? അപ്പൊ ഈ സാധനം എല്ലാവരും അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്ററിന് കൊടുക്കും. എഡിറ്റർ പറയും ഇത് നല്ല പേപ്പറാണ്, പബ്ലിഷ് ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. മൂന്നാമത്തെ ഘടകം ഓതർ. ഓതർ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂവർ വല്ല തെറ്റൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ വല്ല കറക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് എഡിറ്ററിന് കൊടുക്കും. എഡിറ്റർ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓതറിന് കൊടുക്കും. ഓതർ എന്ന് പറഞ്ഞ പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കും. അയാൾ വല്ല തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി വീണ്ടും അയക്കും എഡിറ്റർ വീണ്ടും റിവ്യൂവറിന് കൊടുക്കും. റിവ്യൂവർ അപ്പം നോക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ അപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ വീണ്ടും കറക്ഷൻസ് ചോദിക്കും, അല്ലെങ്കിൽ റിജക്ട് ചെയ്യും. ഇതാണ് നടക്കണം ഇവിടെ. പക്ഷെ പ്രൊഡക്റ്ററി ജേർണൽസ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ഓതറിൽ എടുക്കുന്ന എല്ലാ കാശും വാങ്ങി വെച്ചിട്ട് അവർ റിവ്യൂ പ്രോസസ്സ് നടത്തില്ല. റിവ്യൂർ ഉണ്ടാവില്ല, എഡിറ്റർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരത് ഇങ്ങോട്ട് പബ്ലിഷ് ചെയ്യും, കാശ് വാങ്ങി വയ്ക്കും. ഇങ്ങനെ കണ്ടമാനം ജേർണൽസ്, പ്രൊഡക്റ്ററി ജേർണൽസ് കണ്ടമാനം പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാണ്ട്, ഒരു വർക്കും ചെയ്യാണ്ട്, റിവ്യൂ ചെയ്യാണ്ട് ചുമ്മാ അങ്ങോട്ട് പബ്ലിഷ് ചെയ്യും. ഏകദേശം 4 ലക്ഷത്തോളം പേപ്പേഴ്സ് ജേർണൽസ് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പിയർ റിവ്യൂ നടക്കാണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവും കൂടിയില്ല ഇത് ലെജിറ്റിമേറ്റ് പേപ്പറാണോ ഇല്ലെജിറ്റിമേറ്റ് പേപ്പറാണോ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര കൺഫ്യൂഷൻ ആയിരിക്കും ഒരു വ്യക്തിക്ക്. മീൻസ് ഇതിന്റെ ഇടയിൽ ഏത് പേപ്പറാണ് നല്ലത്, ഏത് പേപ്പർ പൊട്ടാന്നറിയാം. ഒരു കാര്യമുണ്ട്, ഒരു പിയർ റിവ്യൂഡ് പേപ്പർ അല്ലെങ്കിൽ സൈറ്റേഷൻസ് ഒന്നും കാണില്ല. അത് ആർട്ടിഫിഷ്യൽ ഇൻഫ്ലേറ്റഡ് സൈറ്റേഷൻസ് ആയിരിക്കും ബേസിക്കലി. സൈറ്റേഷൻസ് ഒക്കെ ഇൻഫ്ലേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല ബേസിക്കലി. എന്നാലും മനസ്സിലാക്കാനുള്ള ടൂളുകൾ ഇപ്പൊ ഉണ്ട്, പ്ലേഗറിസം ടൂളൊക്കെ, അങ്ങനത്തെ കുറെ ടൂളുകൾ. പക്ഷെ അത് അത്ര കണ്ട് എഫിഷ്യൻ്റ് ആണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്. ഇപ്പൊ പിയർ റിവ്യൂഡ് പേപ്പർ ആണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും കാര്യം? ഒരു പേപ്പർ പിയർ റിവ്യൂഡ് ആണെന്ന് തന്നെ വെക്കി, അത് ഒതന്റിക് ആണോ എന്നുള്ള ചോദ്യം. അതിന് എവിഡൻസ് ഉണ്ടോ അത് ഒതന്റിക് ആണോ? അവിടെ നമുക്ക് സംശയം. ഇതുവരെ ഉള്ള എക്സ്പെരിമെന്റേഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് ഒരു പിയർ റിവ്യൂഡ് പേപ്പറും നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല അത് ശരിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ, പിയർ റിവ്യൂഡ് പേപ്പേഴ്സ് പൊതുവെ ഫെയ്ത്ത് ബേസ്ഡ് ആണ്, അല്ലാണ്ട് എവിഡൻസ് ബേസ്ഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം എക്സ്പെരിമെന്റേഷൻ നടത്തിയിരുന്നു പിയർ റിവ്യൂഡ് പേപ്പറിന്റെ എഫിക്കസിനെ കുറിച്ച്. പക്ഷെ മനസ്സിലാക്കി തന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ റിവ്യൂ എഫക്റ്റീവ് അല്ല എന്നാണ്. മീൻസ് ഒരു ഉറപ്പില്ല, മിക്സഡ് ആണ് എവിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പലതും പറയും അതിന്റെ എഫിക്കസിനെ കുറിച്ച്. നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റിച്ചാർഡ് സ്മിത്തിന്റെ പേപ്പർ. ആ പേപ്പറിന്റെ പേരാണ് പിയർ റിവ്യൂ, എ ഫ്ലോഡ് പ്രോസസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ് ആൻഡ് ജേർണൽസ്. അപ്പൊ ഈ പേപ്പറിൽ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള കാര്യം. ഈ പേപ്പറിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ റിവ്യൂഡ് ഫെയ്ത്ത് ബേസ്ഡ് ആണ്, ഫാക്ട് ബേസ്ഡ് അല്ല. പിന്നെ അത് ഡിഫക്ട്സ് പറയുന്നുണ്ട് പിയർ റിവ്യൂഡ് പ്രോസസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ റിവ്യൂ പ്രോസസ്സ് ഫ്രോഡ് ഡിറ്റക്ഷൻ പറ്റില്ല, എററുകൾ കണ്ടമാനം ഉണ്ടാവും, കണ്ടമാനം സബ്ജക്റ്റീവ് ആയിരിക്കാം ഈ റിവ്യൂ പ്രോസസ്സ്. കാരണം വെച്ചാൽ കണ്ടമാനം ബയാസുകൾ ഉണ്ടാവും, റിസർച്ചസിന്റെ കൾച്ചറൽ ബയാസുകളൊക്കെ ഒരു ഇൻഡിവിജ്വലിന്റെ. കാരണം വെച്ചാൽ എല്ലാ റിസർച്ചിനും ഒരുമിച്ച് അംഗീകരിക്കാനൊന്നും പറ്റില്ല ചില പേപ്പറിൽ, ചില സെയിം പേപ്പറിന്റെ കാര്യത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആണ് പിയർ റിവ്യൂ പ്രോസസ്സ്. പിന്നെ സ്ലോ ആണ്, കണ്ടമാനം സമയം എടുക്കുക ചെയ്യാൻ, കണ്ടമാനം കാശും കൊടുക്കുന്ന സമയം എടുക്കേണ്ടി വരും. ഈ റിവ്യൂവേഴ്സിനൊക്കെ കാശ് കൊടുക്കണം, എഡിറ്ററിനൊക്കെ. പിന്നെ നല്ല റിവ്യൂവർ വേണം ബേസിക്കലി റിവ്യൂ ചെയ്യാൻ. അതിനൊക്കെ സമയം എടുക്കും കണ്ടെത്താൻ, ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ റിവ്യൂ പ്രോസസ്സ് തന്നെ ഭയങ്കര ഡിഫക്റ്റീവാണ്. നമുക്ക് ഒരു ഉറപ്പില്ല അത് റിയൽ മീൻസ് അത് ഒരു ഉറപ്പില്ല അതിൻ്റെ ലെജിറ്റിമസിനെ കുറിച്ച്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് മുന്നേ മിക്സഡ് ആണ്, എവിഡൻസ് മിക്സഡ് ആണ്. പക്ഷെ ഇതാണ് അവിടെ ബെസ്റ്റ് റിവ്യൂ പ്രോസസ്സ്. എന്തിന്? സയന്റിഫിക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് റിവ്യൂ പ്രോസസ്സ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ റിച്ചാർഡ് സ്മിത്ത് പറയുന്ന ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോക്രസി പോലെയാണെന്ന് നിങ്ങൾ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഡെമോക്രസി പോലെ. ഡെമോക്രസി എന്ന് പറഞ്ഞ സാധനം നോക്ക്, പൊതുജനാണ് തീരുമാനിക്കുക കുറച്ച് റെപ്രസെന്റേറ്റീവ്സിനെ, ഇൻഡയറക്ട് ഡെമോക്രസി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാൻ ഈ ലോകത്തിന്റെ അവസ്ഥ ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ പൊതുജനം ഇലക്ട് ചെയ്ത ആൾക്കാരൊക്കെയാണ്. മോദി, ഷി ജിൻപിങ്, പുടിൻ, ഡോൺ ബോൾസനാറോനെ ഇലക്ട് ചെയ്തിരുന്നു ബേസിക്കലി. ഇപ്പൊ മാറിയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇവരൊക്കെയാണ് നമ്മൾ ഇലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് താരതമ്യം ചെയ്യുന്നത് പിയർ റിവ്യൂ. അപ്പോൾ ഇതിന്റെ എഫിക്കസി നിങ്ങൾക്ക് സംശയം വരുന്നില്ലേ ബേസിക്കലി? ഇതിന്റെ സബ്ജക്റ്റിവിറ്റി മീൻസ് എത്ര കണ്ട് അറിവുണ്ട് അല്ലെങ്കിൽ എത്ര കണ്ട് സത്യത്തിന് വേണ്ടി പോരാടുന്നുണ്ട് ഈ റിവ്യൂവേഴ്സ്
എന്നുള്ളൊരു ചോദ്യമുണ്ട് ബേസിക്കലി. പക്ഷെ ഇതിന് ഇയാൾ പ്രശ്നങ്ങളൊക്കെ പരിഹസിക്കാൻ പല പുതിയ രീതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിയർ റിവ്യൂവിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയർ റിവ്യൂ ഓപ്പൺ ആക്സസ് ആക്കി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാനേക്കാട്ട് മുമ്പേ തന്നെ എല്ലാവരും കൂടിയിട്ട് ഈ പേപ്പറിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർ തിരഞ്ഞെടുക്കും. എന്നിട്ട് അവർ ഐഡന്റിഫൈ ചെയ്ത് അപ്പം തന്നെ റെക്ടിഫൈ ചെയ്യും. എന്നിട്ടാണ് പിയർ റിവ്യൂവിലേക്ക് കിടക്കുള്ളൂ ഘട്ടത്തിൽ. പിന്നെ പിയർ റിവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേപ്പറുകളൊക്കെ പക്കയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ബയാസുകളൊക്കെ ഉണ്ടാവും. എററൊന്നും പൂർണ്ണമായി കണ്ടെത്തുന്നില്ല. എന്നാലും ഇതൊക്കെ ധാരണയായിട്ട് അവർ ഇട്ടു പബ്ലിഷ് ചെയ്യും. പൂർണ്ണ എറർ ആർക്കും കണ്ടെത്താൻ പറ്റില്ല. കാരണം എല്ലാവരും ബയാസുകളും അതിൻ്റെ ഉള്ളിലുണ്ട്. അവർ വളർന്നു വന്ന ശൈലികളും ഒക്കെ അവരുടെ ഉള്ളിലുണ്ടാവും. കാരണം അവർ ഏതെങ്കിലും രീതിയിലൊക്കെ പേപ്പർ പബ്ലിഷ് ചെയ്യും. പക്ഷെ കണ്ടമാനം തെറ്റുണ്ട്. അവർക്ക് അറിയില്ല, കോൺഷ്യസ്ലി അറിയാത്ത കാര്യങ്ങളായിരിക്കും. പബ്ലിഷ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്സസ് ആയ കാരണം പല റിസർച്ചേഴ്സ് പല റിവ്യൂവേഴ്സ് അത് നോക്കും ആ പേപ്പർ. എന്നിട്ട് അതിൻ്റെ അടിയിൽ അവർ കമൻറ്റ് ചെയ്തോളും. ബേസിക് ഈ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് റെക്ടിഫൈ ചെയ്യപ്പെടും. അങ്ങനെയാണ് അവിടെ ഓപ്പൺ ആക്സസ് നടക്കുന്നത്. ഇതൊരു നല്ല പ്രോസസ് ആണെങ്കിൽ ശരി, ഇവിടെയും നമുക്ക് പറയാൻ പറ്റില്ല എത്ര കണ്ട് വാലിഡ് ആണ് പേപ്പർ. പക്ഷെ ഇതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പേപ്പർ. ബേസിക്കലി ഇതാണ് നമ്മുടെ ബെസ്റ്റ് രീതി. അതുകൊണ്ട് നമുക്ക് 100% ഇതൊന്നും ഉറപ്പ് വരുത്താൻ പറ്റില്ല. മീൻസ് ഇതിൽ റിച്ചാർഡ് സ്മിത്ത് പറയുന്നത് ലോട്ടറി ലൈക്കാണ് ബേസിക്കലി. അത് ട്രഡീഷണൽ പിയർ റിവ്യൂയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ലോട്ടറിനെക്കാട്ടും ഇത്തിരി ഭേദപ്പെടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എവിഡൻസും ഇല്ല ഇതിൻ്റെ എഫിക്കസിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സംശയത്തിലായിരിക്കണം ഈ കാര്യത്തിൽ. അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് ശേഷമാണ് ഈ പിയർ റിവ്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈറ്റേഷൻ ആവശ്യം വരും. എത്ര കണ്ട് സൈറ്റേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ പേപ്പർ അടിപൊളിയാന്ന് പറയുന്നത്. ബേസിക്കലി പബ്ലിക് ഡിസ്കഷനിൽ ഏർപ്പെടണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നുപോയി. ഈ ജേർണൽസ് ഒക്കെ ഉണ്ട്, അവർ ഫോർ പ്രോഫിറ്റ് ആണെങ്കിൽ അവർ എടുക്കുന്ന പേപ്പറുകൾ എപ്പോഴും നമ്മൾ കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെടുക്കുന്ന പേപ്പറുകളൊക്കെ സൊസൈറ്റിയിൽ എപ്പീലിന് വേണ്ടിയിട്ടായിരിക്കും, അവർ പബ്ലിക് എപ്പീലിന് വേണ്ടി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫോർ പ്രോഫിറ്റ് കാരണം അവർക്ക് ജേർണൽ പബ്ലിഷ് ചെയ്യുന്ന പേപ്പറുകൾ റീഡേഴ്സ് വായിക്കണം. വായിച്ചാലേ അവർക്ക് കാശ് കിട്ടുള്ളൂ. അപ്പം കാശിനായതുകൊണ്ട് അവർ ശ്രദ്ധിക്കും ബേസിക്കലി അവരെങ്ങനത്തെ പേപ്പർ എടുക്കണമെന്ന്. അവർക്ക് കാശ് കിട്ടുന്ന കാര്യത്തിലാണ് അവർ പോവുള്ളൂ. ബേസിക്കലി അങ്ങനത്തെ പേപ്പറുകൾ എടുക്കുള്ളൂ. അപ്പം തന്നെ കുറേ ഉടായ്പകൾ നടന്നു വരും. ഇത് പ്രൊഡക്റ്റീവ് ജേർണൽസ് അല്ല, സാധാരണ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ജേർണൽസിൻ്റെ കഥയെ പറയണേ ഞാൻ. മനസ്സിലായി? പ്രൊഡക്റ്റീവ് ജേർണൽസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു ഞാൻ, ഇനി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ നോൺ പ്രോഫിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള വേറെ ജേർണൽസ് ഉണ്ട്, അവർക്കൊക്കെ ഈ പ്രശ്നം ബാധകമാണ്. ഈ പിയർ റിവ്യൂയുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായ. ഇതൊക്കെ ശേഷം നമ്മൾ ഈ പിയർ റിവ്യൂവിന് ശേഷം ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ പബ്ലിക് ഡിസ്കഷനും സൈറ്റേഷനും. പിന്നെ സോഷ്യൽ മീഡിയയിൽ എത്ര കണക്ഷൻ ഉണ്ടോ, ഫ്രണ്ട്സസ് സോഷ്യൽ മീഡിയ കണക്ഷൻസ് ഒക്കെ അതിൽ ഉൾപ്പെടും. ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ പേപ്പറിന്റെ വാല്യൂ നിശ്ചയിക്കുക ആൾക്കാർ. പക്ഷെ നിങ്ങൾ ആലോചിച്ചു, ഒരു നല്ല പേപ്പറാണ്, പക്ഷെ ആരും നോക്കിയിട്ടില്ല, പക്ഷെ സൈറ്റേഷനൊന്നും ഇല്ല ബേസിക്കലി. പിന്നീട് ഒരാൾ നോക്കുമ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ കാണുക. പക്ഷെ പുതിയ പേപ്പറുകൾക്കും സൈറ്റേഷൻ കിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പ്രശ്നം കാണാൻ നമുക്ക്. അതായത് നമുക്ക് പൂർണ്ണമായി എപ്പോഴും പറയാൻ പറ്റില്ല പേപ്പർ മോശം സൈറ്റേഷൻ ഇല്ല. ബേസിക്കലി നമ്മുടെ പൊതുലോകം നോക്കിയിട്ടുണ്ടെങ്കിൽ ഡെമോക്രസി നോക്കുകയാണെങ്കിൽ മീൻസ് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്തുള്ള ലൈൻസായിരിക്കും അറ്റൻഷൻ കിട്ടുന്നത് നമുക്ക് മനസ്സിലായിട്ട്. അതുപോലെ നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല സൈറ്റേഷൻ കുറഞ്ഞു ഇതൊക്കെ കുറഞ്ഞു. ചിലപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പേപ്പർ ആയിരിക്കും, ആൾക്കാർ നോക്കാത്തൊരു പേപ്പർ ആയിരിക്കും. പക്ഷേ പിന്നീട് സമയം എടുത്ത് ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. അപ്പം നമുക്ക് അപ്പോഴും ഒരു സംശയം ഉണ്ടാവണം ഉള്ളിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നല്ല പേപ്പറുകളുണ്ടാവും. നല്ലതും ചീത്തയൊക്കെ ഭയങ്കര സബ്ജക്റ്റീവാണ്. അവർ വ്യക്തികളനുസരിച്ചിരിക്കും, അവർ പഠിക്കാൻ പോകുന്ന കാര്യത്തിനനുസരിച്ചിരിക്കും, അവരെന്തിനാണ് ഈ പേപ്പർ ഉപയോഗിക്കുന്നതനുസരിച്ചിരിക്കും, അവർ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനൊക്കെ അനുസരിച്ചിരിക്കും നല്ലതും ചീത്തയും. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പിന്നെ ആണ് നമ്മളുടെ കൊളീഗ്സിൻ്റെ ഇടയിൽ നമ്മളൊരു പേരുണ്ടാക്കണം, എക്സ്പേർട്സും പ്രൊഫസറിൻ്റെ ഇടയിൽ. ഇതൊരു ഭയങ്കര പൊളിറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം നമ്മൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നമ്മൾ നല്ലൊരു വോയിസ് ക്രിയേറ്റ് ചെയ്യണം. അവരെ മനസ്സിൽ നമ്മളൊരു വലിയ ആളാണെന്ന് നമ്മൾ ധരിപ്പിക്കണം. അത് ധരിപ്പിച്ചതിന് ശേഷം ആണ് നമുക്ക് നോമിനേഷൻ കിട്ടും. ഇത് നമുക്ക് വേണ്ടി നോമിനേഷന് കൊടുക്കണം. ബേസിക്കലി നമ്മൾ നോമിനിയാവും ബേസിക്കലി. അങ്ങനെ ഇവിടെ നടക്കുന്നത്. ഈ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോബിയിങ് പവർ. ലോബിയിങ് പവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ലോബിയിങ് പവർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, നൊബേൽ കമ്മിറ്റിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചോളണം. അത് പെണ്ണായാലും ശരി കാശായാലും ശരി എന്തായാലും ശരി അവർക്ക് എന്താവശ്യം അത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം നമുക്ക് ആ നോമിനേഷൻ കിട്ടും. മനസ്സിലായി? അതുകൊണ്ട് ഒരു കൊല്ലത്തിൽ കണ്ടമാനം പ്രൊഫസേഴ്സും എക്സ്പേർട്ടുകളൊക്കെ അവർ ലോബി ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടമാനം കാശ് ചിലവാക്കും. എന്തായാലും ശരി ഈ നൊബേൽ കമ്മിറ്റിക്ക് എന്താ ആവശ്യം അത് അവർ കൊടുക്കും. പെണ്ണാണെങ്കിൽ പെണ്ണ്, കാശാണെങ്കിൽ കാശ്, വേറെ എന്തെയ്യാണെങ്കിൽ അത് കൊടുക്കും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് എന്താണ് ഒരു ഡിലൈറ്റ്ഫുൾ കാൻഡിഡേറ്റ് എന്ന് അവർക്ക് തോന്നിയത് അവർ തിരഞ്ഞെടുക്കും. മനസ്സിലായി? ഒരു കൂട്ട ലോബി ചെയ്യപ്പെട്ട കുറച്ച് കാൻഡിഡേറ്റ്സ് ഒരു പൂളിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ നോക്കി നോക്കുക. എത്ര കണ്ട ആൾക്കാർ കണ്ടമാനം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല നൊബേൽ പ്രൈസ്. ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ലീസ വൈറ്റ്നർ 49 നോമിനേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ്, ഒരു പെണ്ണാണ്. അതാണ് ആറ്റം സ്പ്ലിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതിന് ഇതുവരെ നൊബേൽ പ്രൈസ് കൊടുത്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ കണ്ടമാനം എക്കണോമിസ്റ്റുകൾ
അവര് ഒന്നും ചെയ്തിട്ടില്ല. കണ്ടമാനം മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റെണ്ണത്തിനും പോലും നല്ല എഫക്റ്റീവ് അല്ല ഇത് എക്കണോമിക്സിന്റെ കാര്യത്തിൽ. ഒരെണ്ണം പോലും ഭാവി പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വിശ്വസിക്കുന്നത് പാസ്റ്റ് പെർഫോമൻസ് ഡസൻ ഡിക്റ്റേറ്റ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്. പാസ്റ്റ് പെർഫോമൻസ് ബയാസിലാണ് അവർ വിശ്വസിക്കുന്നത്. അവർ ഇത്രയും വലിയ നൊബേൽ പ്രൈസ് കിട്ടിയിട്ട് അവർക്ക് 2008 2009 ഗ്ലോബൽ റിസഷൻ ഫിനാൻഷ്യൽ ക്രൈസിസ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറുതെ ചുമ്മാ ആൾ കൊടുക്കുക. പബ്ലിക് നൊബേൽ പ്രൈസിനെ പെർസീവ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. പ്രൈസ് ഒക്കെ വെറും സബ്ജക്റ്റീവ്. ആർക്ക് വേണമെങ്കിൽ കൊടുക്കേണ്ട ആളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റീവ് ബേസിസിലാണ് അവർ കൊടുക്കുന്നത്. ബേസിക്കലി ഇത് കമ്മിറ്റി ഏത് വ്യക്തി ഏതാ ഗ്രേറ്റ് ഇല്ലാതൊക്കെ ഓരോരുത്തർ തീരുമാനിക്കുക. അങ്ങനെയാണ് കാര്യം. പിന്നെ അതൊരു വിശ്വാസമാണ്. ബേസിക്കലി ഒരാൾ ഗ്രേറ്റ് ആണെന്നൊക്കെ പറയണതൊക്കെ ഒരാളുടെ വിശ്വാസമാണ്. അത് അയാളുടെ വിശ്വാസം മാത്രമാണ്. അയാളത് കൊണ്ടുവന്നോട്ടെ ഞാൻ പറയും. അത് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട അത്രയുള്ളൂ. പിന്നെ പബ്ലിക്കിന് സർവൈവർഷിപ്പ് ബയാസ് ഉണ്ട്. അത് ഇൻഹെറന്റ് ആണ് പബ്ലിക്കിന്റെ ഉള്ളിൽ. സർവൈവർഷിപ്പ് ബയാസ് അവരുടെ ഉള്ളിൽ ഉണ്ട്. നിശ്ചയിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം വെച്ചാൽ അവർ കാണുന്നത് ഈ നൊബേൽ പ്രൈസ് കിട്ടിയവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്നൊക്കെയാണ്. ബേസിക്കലി ഏറ്റവും മുകളിൽ നിൽക്കുന്നത് നൊബേൽ പ്രൈസ് കിട്ടിയവരാണ് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അവർ കാണുന്നില്ല കണ്ടമാനം ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ കണ്ടമാനം കോൺട്രിബ്യൂഷൻസ് ഉണ്ട് സയൻസിൽ. അവരൊക്കെ നോമിനീസാണ്. ഈ നോമിനീസുകളെ കാണിച്ചില്ല കമ്മിറ്റി. അവരെ കോൺട്രിബ്യൂഷൻ അറിയാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കി പോയിട്ടുണ്ടെങ്കിൽ അതും കിട്ടില്ല. കാരണം അത് കൺസീൽഡ് ആണ്. അവർ കമ്മിറ്റി അത് കൺസീൽഡ് ആക്കി വെച്ചേക്കാം. നമുക്കൊന്നും അറിയില്ല. എന്താണ് ഈ സർവൈവർഷിപ്പ് എന്ന് പറഞ്ഞത്? സർവൈവർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ സക്സസ്ഫുൾ ആൾക്കാരുടെ മേത്താണ്. ബേസിക് ഫെയിൽ ചെയ്ത ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. ആ കോയിൻ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നോക്കും. ഫെയിൽ ചെയ്ത ആൾക്കാരുടെ കാര്യം നോക്കും. അവരെന്തുകൊണ്ട് ഫെയിൽ ചെയ്തു എന്നൊരു ചോദ്യം. അവർ ഫെയിൽ ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ അവര് കണ്ടമാനം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ ശ്രമങ്ങൾ നടത്തിയതിന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതിനനുസരിച്ച് നൊബേൽ പ്രൈസ് കിട്ടിയില്ല. അവർക്ക് കണ്ടമാനം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ടാവും അവര് ബേസിക്കലി. അതുപോലെ വേറെ കുറെ കൂട്ടം ആൾക്കാരുണ്ടാവും. അവര് കോൺട്രിബ്യൂഷൻസ് അത്രയും നടത്തിയിട്ടില്ല, പക്ഷെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ വേറെ കൂട്ടം ആൾക്കാരുണ്ടാവും. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നൊബേൽ പ്രൈസ് കിട്ടിയ ആൾക്കാരുണ്ടാവും. വേറെ കൂട്ടം ആൾക്കാർ നൊബേൽ പ്രൈസിന് തേടാണ്ട് പോയ ആൾക്കാരുണ്ടാവും. അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത് മരിച്ചു പോയ ആൾക്കാരുണ്ടാവും. നൊബേൽ പ്രൈസ് ഒന്നും വേണ്ട അവർക്ക്. അങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ട്. ഇതൊന്നും പബ്ലിക് കാണില്ല. പബ്ലിക് കാണുന്ന നൊബേൽ പ്രൈസ് ജയിച്ചവനെ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ജയിച്ചു എന്നൊന്നും അവർക്കറിയില്ല. ജയിച്ചവനെ ജയി വിളിക്കുക, അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇതാണ് അവിടുത്തെ പ്രശ്നം. ബേസിക്കലി മീൻസ് ആ തോറ്റവന്റെ കഥയും കൂടി അറിഞ്ഞാൽ മാത്രമല്ല കാര്യമുള്ളൂ. അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർ ജയിച്ചവരുടെ കഥ മാത്രം അറിഞ്ഞാൽ മതി. സയൻസിലും എക്കണോമിക്സിലും ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയ ആൾക്കാരെ തെരഞ്ഞെടുക്കപ്പെടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ലോബിയിങ്ങും പിന്നെ കുറച്ച് കോൺട്രിബ്യൂഷൻ ഒക്കെ വെച്ചിട്ടാണ് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നത് ബേസിക്കലി. അല്ലാണ്ട് കോൺട്രിബ്യൂഷൻ മാത്രം പോരാ, ലോബിയിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ലോബിങ് പവറാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഇവിടേക്ക് എത്തുള്ളൂ. ഈ അവാർഡ് ഒക്കെ കിട്ടണമെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം കമ്മിറ്റീനെ. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വേണം ഉറപ്പായിട്ടും. അത് കണ്ടല്ലേ നമുക്ക് ഈ പീസ് പ്രൈസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരില്ലേ, ഭയങ്കര പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കൊടുക്കുക ഈ പീസ് പ്രൈസ്. മറാക്ക് ഒബാമ അങ്ങനത്തെ വ്യക്തികൾക്കൊക്കെ അല്ലേ കൊടുക്കും. വാറ് സ്റ്റോപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വാറ് ഉണ്ടാക്കുന്ന ആളെ അയാൾ സ്റ്റോപ്പ് ചെയ്തു. ആൾക്ക് പ്രസിഡന്റ് ആണ്. അതായത് ആൾക്ക് വാറ് വേണ്ടെന്ന് വെച്ചോടെ ആൾക്ക് പ്രൈസ് കിട്ടി. അല്ലെങ്കിൽ മറ്റേ എന്നിട്ടാണ് എൻ്റെ പേര് ആ പെണ്ണില്ലേ ഗ്രെറ്റ തൻബർഗ്, അതെന്നിട്ട് ചെയ്യുന്നത് തണുപ്പ് രാജ്യത്ത് ഇരുന്നിട്ട് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കത്. ആലോചിച്ച് നോക്കും. തണുപ്പ് രാജ്യത്ത് ഇരുന്നിട്ട് പറയുന്നത്. നമ്മളിവിടെ ചൂടത്തിരുന്ന് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എത്ര പണിയെടുത്തിട്ടും അവർക്കൊരു വോയിസ് ഇല്ല. അതുപോലെയല്ല ആ പെണ്ണിന്റെ കാര്യം. ആ പെണ്ണ് സുഖജീവിതം ജീവിക്കുക, അത് വെച്ച് കാശുണ്ടാക്കുക, എന്നിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക, ഒരു പൊളിറ്റിക്കൽ ടൂറായിട്ട് ജീവിക്കുക. ശരിക്കുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റീവ് ആണ്. എന്നാലും ഇവിടെ ചൂടത്ത് പണിയെടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കണം. അവർക്കും ഈ വോയിസ് ഇല്ല, സൗകര്യങ്ങളും ഇല്ല. ചുമ്മാ അതിനും നോമിനേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഏറ്റവും അടിപൊളി ഡാവ് മീൻസ് നമ്മുടെ ഡാവുണ്ട് ഇലോൺ മസ്ക്, ആൾക്ക് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ സ്പീച്ച് കൊണ്ടുവന്നു വെച്ചിട്ട് ട്വിറ്ററിൽ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉടായ്പ് കാരണം കയറ്റാണ്. വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. മെറിറ്റോക്രസി ഒക്കെ പോയി ബേസിക്കലി. ഇവിടെ നിന്ന് മെറിറ്റോക്രസി തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നൊബേൽ പ്രൈസ് കിട്ടണമെങ്കിൽ ഈ ലോബിയിങ്ങും കൂടി ഉൾപ്പെടുത്തണം. ഈ ലോബിന്നാണ് അവാർഡ് കിട്ടുള്ളൂ ബേസിക്കലി. അവസാനം തൊട്ട് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൂൾ ഓഫ് ലോബിസ്റ്റ് അവരുടെ കാൻഡിഡേറ്റിനെ അവർ സ്ഥാനാർത്ഥി വയ്ക്കും. ആ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ലോബിയിങ്ങിന്റെ എഫേർട്സിലാണ് അവർ നൊബേൽ പ്രൈസ് അവാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുന്നത്. ഈ പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് ലോബിങ് എഫേർട്സിൽ കൂടിയാണ് വന്നു ചേർന്നത്. ആ പൂളിലുള്ള കാൻഡിഡേറ്റിനെയാണ് നൊബേൽ പ്രൈസ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുക. അത്രയുള്ളൂ നടക്കാൻ പോകണം അവിടെ. മനസ്സിലായ? ഈ മൂന്നാമത്തെ പോയിന്റ് സെറൻഡിപിറ്റി എന്ന് പറഞ്ഞാൽ ഭാഗ്യം ഇല്ലാണ്ടൊന്നും നടക്കില്ല ബേസിക്കലി. ഏറ്റവും വലിയ ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഏറ്റവും വലിയ സയന്റിഫിക് ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻ എന്നൊക്കെ പറഞ്ഞ സാധനം അതൊക്കെ ഭാഗ്യം കൊണ്ട് വരുന്നത്. മീൻസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്
ആയിട്ടുള്ള ഇന്നോവേഷൻ തന്നെ ഭാഗ്യമായിരിക്കും. അത് മാത്രമല്ല നൊബേൽ പ്രൈസ് കിട്ടാൻ വേറൊരു ഭാഗ്യമുണ്ടാവും. ഇത് രണ്ടും കിട്ടണം. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ കണ്ടെത്തണം, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ബ്രേക്ക് ത്രൂ കണ്ടെത്തിയാലും ശരി ഒരു ഭാഗ്യം വേണം. പിന്നെ ചിലപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഫിനോമിന അല്ലെങ്കിൽ ഇൻവെൻഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ത്രൂ ഒരു ഭാഗ്യം തന്നെയായിരിക്കും. അതാണ് അടുത്ത് പറയുന്നത്. റോബർട്ട് വിൽസണും അർണോ പെർണിയാസും എങ്ങനെയാണ് ബിഗ് ബാങ് എന്ന് പറഞ്ഞ ഫിനോമിനൻ കണ്ടത്? അവർ കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരൊരു ദിവസം അവരെ പുതിയ ടെലിസ്കോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതിനുള്ളിൽ ഒരു ഇന്റർഫറൻസ് പാറ്റേൺ അവർ കണ്ടു. ഈ ഇന്റർഫറൻസ് പാറ്റേണിന്റെ കാരണം അവർ ധരിച്ചു വെച്ചത് ഒരു പീജിയൻ ഡ്രോപ്പിംഗ് കാരണമാണെന്ന് അവർ വിജയിച്ചു. പക്ഷെ അവർ പിന്നീട് കണ്ടെത്തിയത് ഈ ഫിനോമിനാണ് ബിഗ് ബാങ്. മീൻസ് പ്രപഞ്ചം ഉണ്ടാകുന്ന ആ ഫിനോമിനൻ, ആദ്യത്തെ ഫിനോമിനൻ ബിഗ് ബാങ്, ദ എക്സ്പാൻഷൻ ഓഫ് ദ യൂണിവേഴ്സ് ഫ്രം എ പോയിന്റ് ലോ. അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് സെറിൻഡിപ്പിറ്റിയും ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാം. പിന്നെ ഒരു ഡൈവേഴ്സിറ്റി പ്രശ്നമുണ്ട് നൊബേൽ പ്രൈസ് കൊടുക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ. നൊബേൽ പ്രൈസ് പൊതുവെ ആൺകുട്ടികൾക്കാണ് കൊടുക്കുക, മീൻസ് മെയിൽസിനെ കൊടുക്കുക, ഫീമെയിൽസിനല്ല. ഇതിന് വ്യക്തമായ കാരണവും ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 1960 മുമ്പ് ആണെങ്കിൽ ജനിച്ചെങ്കിൽ, നിങ്ങളൊരു പെണ്ണായിട്ട് ജനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. നിങ്ങൾക്ക് ലബോറട്ടറി പോയിട്ട് എക്സ്പെരിമെന്റേഷൻ നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പൊതുവെ ആണുങ്ങൾക്ക് പറ്റിയിരുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴും സ്ക്യൂഡായിരിക്കും ആണുങ്ങൾക്ക് നൊബേൽ പ്രൈസ് കിട്ടാനുള്ള സാധ്യത. പക്ഷെ നിങ്ങൾ 1960 ശേഷമാണെങ്കിൽ നിങ്ങളുടെ കാര്യം വ്യത്യാസമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഉണ്ടായിരുന്നു, റൈറ്റ് ടു സിവിൽ ആക്ട്, പിന്നെ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു 1970-കളിൽ. പിന്നെ 60-കളിലൊക്കെ ഈക്വൽ പേ ആക്ട് വന്നത് 1963, പിന്നെ 1972 ടൈറ്റിൽ 9 ആക്ടും വന്നിരുന്നു. ബേസിക്കലി ഇതൊക്കെ കാരണം കൊണ്ട് പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്വാതന്ത്ര്യം കാരണം കൊണ്ട്, ഈ ഫ്രീഡം കാരണം കൊണ്ട് അവർക്ക് പഠിക്കാനും ലബോറട്ടറി പോയിട്ട് എക്സ്പെരിമെന്റേഷൻ നടത്താനൊക്കെ അവർക്ക് പിന്നീട് പറ്റി. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഒരു കാര്യം? അപ്പോൾ നമുക്ക് ഇനി തൊട്ട് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് നൊബേൽ പ്രൈസ് കിട്ടാനുള്ള സാധ്യത കാണാം, നമുക്ക് പറയാമെന്ന് മാത്രമേ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് പറയാനൊന്നും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ നൊബേൽ പ്രൈസ് കിട്ടുന്നൊക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ചിരിക്കും, പിന്നെ അവരുടെ ലോബിങ് എഫേർട്സ് ഒക്കെ അനുസരിച്ചിരിക്കും അവർക്ക് എങ്ങനെയാണ് നൊബേൽ പ്രൈസ് കിട്ടുക. നിങ്ങൾക്ക് നൊബേൽ പ്രൈസ് മിസ്ജഡ്ജ്മെന്റ് ബേസിസിലും കിട്ടും. എന്ന് വെച്ചാൽ ഒരു എവിഡൻസും അല്ലെങ്കിൽ ഇത്തിരി എവിഡൻസും വെച്ചിട്ട് ഇൻകറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നൊബേൽ പ്രൈസ് കിട്ടാം. ബേസിക്കലി വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു തെളിവില്ല, എന്നാലും നിങ്ങൾക്ക് കിട്ടാം നൊബേൽ പ്രൈസ്. അതിന് കിട്ടിയ എവിഡൻസുകളും ഉണ്ട്, മീൻസ് അങ്ങനത്തെ അവസ്ഥകളും അങ്ങനത്തെ സാഹചര്യങ്ങളും ഉണ്ട്. വൺ ഓഫ് ദ ക്ലിയറസ്റ്റ് എക്സാമ്പിൾസ് യോഹാനസ് ഫീബിജർ. 1922 അയാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത്. അത് മെഡിസിനിലാണ് ആൾക്ക് കിട്ടിയത്. ആൾക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കവറി ഓഫ് സ്പൈറോപ്റ്റെറ കാർസിനോമ എന്ന് പറഞ്ഞ ഒരു പാരസൈറ്റിക് വേം കണ്ടെത്തിയതാണ് ആൾക്ക് കിട്ടിയത്. ആൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റൊമക് ക്യാൻസർ കോസ് ചെയ്യും റോഡൻസിൻ്റെ ഉള്ളിൽ. പിന്നീട് കണ്ടെത്തിയതെന്ന് വെച്ചാൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി പ്രകാരം സ്കിൻ പ്രോബ്ലംസ് ആനിമൽസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നതാണ് അത് കണ്ടെത്തിയത്. ഇതിനാണ് ആ കാലത്ത് പറഞ്ഞത് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് എക്സ്പെരിമെന്റൽ മെഡിസിൻ. പക്ഷെ ഇതൊരു ബ്ലണ്ടർ ആയിരുന്നു, ഏറ്റവും വലിയ ബ്ലണ്ടർ ആയിരുന്നു കാരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പിന്നെ ഒരു മിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1949 അവാർഡ് ചെയ്ത നൊബേൽ പ്രൈസ്, അത് ഫിസിയോളജിയിലും മെഡിസിനിലും ഉണ്ട്. അത് കൊടുത്ത ആന്റോണിയോ മോണിസ് അഗാസനാണ്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കണ്ടെത്തിയ ഒരു പ്രൊസീജിയറാണ്, അതിന്റെ പേരാണ് പ്രീഫ്രണ്ടൽ ലോബോട്ടോമി. പക്ഷേ ഇത് പിന്നീട് ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെട്ടും ചെയ്തു, ബാൻ ചെയ്യപ്പെട്ടും ചെയ്തു. പക്ഷെ ഇത് ഡിസ്ക്രെഡിറ്റ് ചെയ്യണേക്കാട്ടും മുമ്പ്, ബാൻ ചെയ്യണേക്കാട്ടും മുമ്പ് ഇത് ആയിരക്കണക്കിനോളം പേഷ്യൻസിന്റെ മുകളിൽ ഇത് എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു. നിങ്ങൾ ആലോചിക്കുക ഇതിന്റെയൊക്കെ അഡ്വേഴ്സ് എഫക്ട്, ഇങ്ങനെയൊക്കെ ചെയ്ത എവിഡൻസ് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് മുമ്പ് ഇങ്ങനെ അവാർഡ്, ബേസിക് തീരെ എവിഡൻസ് ഒന്നും ഇല്ലാണ്ട്. ഒരു ഡേഞ്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ സയൻസിൽ കൊടുക്കണ അവാർഡ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു. ഇത്ര ആൾക്കാരുടെ ജീവിതം പ്രശ്നത്തിലായിരുന്നു. ആ എക്സ്പെരിമെന്റ് സ്വീകരിച്ചവരുടെ അവസ്ഥ നോക്കി വയ്ക്കുക. ചില അവാർഡുകൾ കൊടുത്തത് വളരെ അൺയൂഷ്വലാണ്, വിയേർഡുമാണ്. ബേസിക്കലി അത് 1912 കൊടുത്തതാണ് അവാർഡ്. അത് കൊടുത്തത് നീൽസ് ഗുസ്തഫ് ദാലനാണ്. അത് ഫിസിക്സിലായിരുന്നു നൊബേൽ പ്രൈസ് കൊടുത്തത്. അത് കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസിന്റെ വാൽവ് ഓട്ടോമാറ്റിക്കലി സൂര്യൻ ഉദിക്കുമ്പോൾ ആ ലൈറ്റ് ഹൗസിന്റെ ബീക്കൺ ടേൺ ഓഫ് ആവും. പക്ഷെ ആ കാലഘട്ടത്തിൽ ആ കൊല്ലം തന്നെ ഐൻസ്റ്റീൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊണ്ടുവന്നത്. നിങ്ങൾ മനസ്സിലായത്? ഇത് നിങ്ങളോടുള്ള ചോദ്യമാണ്, ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്കാണോ അല്ലെങ്കിൽ നീൽസ് ഗുസ്തഫ് ഡാലനാണോ കൂടുതൽ അർഹത നൊബേൽ പ്രൈസ് കിട്ടാൻ? പലരും പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ എവിഡൻസും കുറവായിരുന്നു ഐൻസ്റ്റൈൻ തിയറി ഓഫ് റിലേറ്റിവിറ്റി കൊടുക്കാൻ. പക്ഷെ കമ്മിറ്റി ഇത്രയധികം മിസ്ജഡ്ജ്മെന്റ് ഓൾറെഡി മേക്ക് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നൊബേൽ പ്രൈസ് കൊടുത്തത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാൽവ് ഓട്ടോമാറ്റിക്കലി സൺറൈസിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ലൈറ്റ് ഹൗസിന്റെ ബൾബ് ഓഫ് ആക്കും. അത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിക്കാണ് കൊടുക്കുന്നത്.
നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഏതിനാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ്, ഏതാണ് കൂടുതൽ ഗ്രൗണ്ട് ബ്രേക്ക്, അതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. സബ്ജക്റ്റീവാണ്. മീൻസ് ക്രിയേറ്റീവ് ഫിസിക്സ് കൊടുക്കണോ അല്ലെങ്കിൽ അപ്ലൈഡ് ഫിസിക്സ് കൊടുക്കണോ ഭയങ്കര അപേക്ഷികമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളനുസരിച്ചിരിക്കും ആർക്കാണ് കൂടുതൽ അർഹതന്നൊക്കെ. ആരോടും വേണമെങ്കിൽ ചോദിക്കാം, പലർക്കും പല ഉത്തരവാദിക്കുന്നതിനെ കുറിച്ച്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവാർഡ്സൊക്കെ വളരെയധികം ഈ അവാർഡൊക്കെ സബ്ജക്റ്റീവാണ്. ഷോൺ പോൾ സാദർ ഇത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിനെ കുറിച്ച്. പോൾ സാദർ പറഞ്ഞിട്ട് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആവുന്നതാണ്. നമുക്ക് ആവശ്യമുണ്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാവാൻ? നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. നമ്മുടെ കോൺട്രിബ്യൂഷൻ സയന്റിഫിക് ആണെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല. ബേസിക്കലി സയന്റിഫിക് കോൺട്രിബ്യൂഷൻ ഇമോഷനൊന്നും ഇല്ല. ബേസിക്കലി അത് എവിടെ ആ മെത്തഡോളജി ഉപയോഗിച്ചാലും അത് സെയിം ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ബേസിക്കലി മെത്തഡോളജി പക്കയിരിക്കണം. സയൻസ് ഡസൻ കെയർ അബൌട്ട് അവർ ഫീലിങ്സ് നമ്മൾ പറയും. ബേസിക്കലി നമ്മൾ സബ്ജക്റ്റിവിറ്റി അവിടെ ഒന്നും വരില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ എന്താ മനസ്സിലാക്കണം? ഇത്ര ഉള്ള കാര്യം, ഒരു നൊബേൽ പ്രൈസ് കിട്ടണമെങ്കിൽ ആ ഒരു വ്യക്തി യോജിതമാണ്, ഫിറ്റാണ് നൊബേൽ പ്രൈസ് കിട്ടുക. വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ സബ്ജക്റ്റിവിറ്റിയിൽ നിങ്ങൾ ബെറ്റർ ഫിറ്റ് ആണ്. ബെറ്റർ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റ് ആയിരിക്കണം. മീൻസ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ആൾ, അവരെ മനസ്സിൽ ഏറ്റവും ഫിറ്റ് അല്ലെങ്കിൽ ഫിറ്റ് ആയ ആൾ, അയാൾക്കായിരിക്കും നൊബേൽ പ്രൈസ് കിട്ടുക. അയാൾ വിവരം കൂടിയ ആളൊന്നും ആയിരിക്കുന്നില്ല, ഭയങ്കര ബുദ്ധി. അതൊക്കെ നമ്മുടെ സബ്ജക്റ്റീവ് മെട്രിക്സാണ്. ആ സാഹചര്യത്തിൽ വന്നു ചേർന്ന ഒരു പൂൾ ഓഫ് വ്യക്തികളിൽ അവർ തിരഞ്ഞെടുക്കുന്ന, അവർക്ക് ഫിറ്റ് ആയതുകൊണ്ട് അവരുടെ സബ്ജക്റ്റിവിറ്റി ഇല്ല. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അവർ മൂഡായിരിക്കും, അവരുടെ ആ നിമിഷത്തിലുള്ള വർക്കിംഗ് മെമ്മറി ആയിരിക്കും, ഇതൊക്കെ ഉൾക്കൊള്ളും. ബേസിക്കലി അതൊക്കെ അവരുടെ സ്ട്രെസ് ലെവലൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു 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 ഫിറ്റ്നസ് ആയിരിക്കും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ യോജിതമായ ഒരു വ്യക്തിക്ക് ആ നൊബേൽ പ്രൈസ് കിട്ടും. അവിടെയാണ് നടക്കുന്നത്. അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നൊബേൽ പ്രൈസ് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.